ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും ഉയർപ്പുമാണ്. ആ ഉയർപ്പ് ഒരു ക്രിസ്ത്യാനിക്ക് തരുന്ന അവബോധം എന്ന് പറയുന്നത്, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ഈ പ്രോഗ്രാം വളരെ വിജയകരമായി നടക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് മത്തായി സുവിശേഷം 20-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞ ഒരു ഉപമയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമയുടെ വിശദീകരണമാണ്. സ്വർഗരാജ്യം മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വേണ്ടി ആക്കിയ വീട്ടുടയവനോട് സദൃശ്യം. തന്റെ വീട്ടിൽ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ വേണ്ടി വേലക്കാരെ ഒരു തുക പറഞ്ഞ് ക്രമീകരണം ചെയ്തു. 1 വെള്ളിക്കാശാണ് പറഞ്ഞു തന്നത്. അവർ പണി തുടങ്ങി. ഈ സമയത്ത് യജമാനൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചന്തസ്ഥലത്ത് വെറുതെ നിൽക്കുന്ന കുറച്ച് ആളുകളെ കണ്ടു. അവരോടും പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ ഈ വേലയ്ക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ പണി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു രാവിലെ തന്നെ. പക്ഷെ ഇവര് 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും, യഹൂദന്റെ സമയം അനുസരിച്ചാണെങ്കിൽ രാവിലെ 9 മണിക്ക് വന്നവരുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നവരുണ്ട്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വന്നവരുണ്ട്, വൈകുന്നേരം 5 മണിക്ക്, 11-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 മണി സമയമാണ്, പണി തീരാവേണ്ട സമയത്ത്. അങ്ങനെ അവര് വേലയ്ക്ക് വന്നു. വൈകുന്നേരം ശമ്പളം കൊടുക്കേണ്ട സമയമായപ്പോ ആദ്യം വന്നവർക്കും അവസാനം വന്ന് ജോയിൻ ചെയ്തവർക്കും ഒരേ പൈസയാണ് കൊടുത്തത്, 1 വെള്ളിക്കാശ്. രാവിലെ വന്ന് പണിതവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യജമാനൻ ചോദിച്ചു, നിങ്ങളോട് പറഞ്ഞ തുക ഞാൻ കുറച്ചോ? ഇല്ലല്ലോ. ഇല്ല. അല്ല, എന്നാലും പണി തീരേണ്ട സമയത്ത് വന്നവർക്കും ഒരുപോലെ കൊടുത്തത് ശരിയായില്ല. ഇതുപോലെയാണ് സ്വർഗരാജ്യത്തിന്റെ സവിശേഷത. പ്രിയമുള്ളവരെ, ഈ കൃപായുഗത്തിൽ ഒരുവന് സ്വർഗീയ പ്രവേശനം കിട്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ചന്തയിൽ മെനക്കെട്ട് നിന്നവരുടെ കൂട്ടത്തിലോ, ആരും വേലയ്ക്ക് വിളിക്കാതെ വെറുതെ സമയം പാഴാക്കി നടന്നവരൊക്കെയാണ്. പക്ഷെ നമ്മെയും ദൈവം ഈ വേലയ്ക്ക് വിളിച്ചാക്കി. സമയഭേദമന്യേ നമുക്കും ലഭിക്കുന്നത് ഒരുപോലെയുള്ള പ്രതിഫലം. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സവിശേഷതയാണ്. ഇന്നും ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ ആവശ്യമുണ്ട്. ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും പ്രതിഫലം കൊടുക്കുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാരുമായിട്ട് പങ്കുവെച്ചു. 12 പേരോട് പങ്കുവെച്ചു. അതാണ് നമ്മള് 18 മുതലുള്ള വേദഭാഗത്ത്, മത്തായി സുവിശേഷത്തിൽ 18 മുതലുള്ള അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു തന്റെ മരണത്തെക്കുറിച്ച് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. താന് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷേ യേശു പറഞ്ഞ ഈ കാര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റിയില്ല. പീലാത്തോസും കൂട്ടരും ഒക്കെ ഇത് ഓർത്തു വെച്ചിരുന്നു, കർത്താവ് ഉയർക്കും എന്നുള്ളത്. ഈ സമയത്ത് സബദി പുത്രന്മാരുടെ അമ്മ വന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും. തന്റെ മക്കളെ കുറിച്ച് പറഞ്ഞതാണ്, ഒന്നിരുത്തണേ. സത്യത്തിൽ ആ അമ്മയെ നമ്മൾ എത്രമാത്രം സ്തുതിക്കണം. കാരണം യേശുക്രിസ്തു മരിക്കുന്ന കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക്, അല്ലെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ഈ അമ്മ പറയുന്നു, നിന്റെ രാജ്യത്തിൽ എൻ്റെ മക്കളെ ഒന്നിരുത്തണം, നിന്റെ സിംഹാസനത്തിന്റെ ഇടത്തും വലത്തും. ആ അമ്മ സത്യത്തിൽ അവന്റെ രാജ്യത്തെക്കുറിച്ച് ആകമഴിഞ്ഞ് വിശ്വസിച്ചു. ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത
യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും ഉയർപ്പുമാണ്. ആ ഉയർപ്പ് ഒരു ക്രിസ്ത്യാനിക്ക് തരുന്ന അവബോധം എന്ന് പറയുന്നത് നാമും ഒരു ദിവസം ഈ മൺമയമായ ശരീരം വിട്ട് ക്രിസ്തു പ്രാപിച്ചതുപോലെ വിൺമയമായ ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വം പ്രാപിച്ച് നാം ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് ഒടുവിലായിട്ട് യേശുക്രിസ്തു മുന്നോട്ട് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അധികാരികളാകുവാനല്ല ഇച്ഛിക്കേണ്ടത്, ദാസന്മാരാകുവാൻ നിങ്ങൾ ഇച്ഛിക്കണം. ഏറ്റവും ഒടുവിലായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിനെ കുറിച്ച് പറയുന്നു. അതിന്റെ 28-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ. യേശുക്രിസ്തു വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിക്കൊണ്ട് അവർക്ക് നിത്യജീവൻ നൽകിക്കൊടുക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, 20-ാമത്തെ അധ്യായം നമ്മൾ ഉപസ്മരിക്കുന്ന സമയത്ത് ഒടുവിലത്തെ ഭാഗത്ത് നാം കാണുന്നത് കണ്ണു കാണാത്ത 2 കുരുടന്മാരായ വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ കൈവെപ്പിനാൽ കാഴ്ച പ്രാപിച്ച് അവരും ക്രിസ്തുവിന്റെ അനുഗാമികളായി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 20-ാം അധ്യായം നമുക്ക് തരുന്ന ഉൾക്കാഴ്ച, മുമ്പന്മാർ പിൻപന്മാരാകുമ്പോൾ പിൻപന്മാർ മുമ്പന്മാരാകും. നാം ഒരുമിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു സ്ഥിതി അതിന് ദൈവം സഹായിക്കും. സ്വർഗീയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം. കേട്ട ഓരോ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.